സോ മൈക്രോപ്രോസസർ ലെക്ചർ സീരീസിൻ്റെ 16th ലെസൺ ആണെന്ന്. നമ്മൾ ഓൾറെഡി മൈക്രോപ്രോസറിൻ്റെ കുറേ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു 15 ലെസൺസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫോർ പ്രീവിയസ് വീഡിയോസ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കാണുക കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ഡിലേ ആണ്. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഒരു ഡിലേ ജനറേറ്റ് ചെയ്യണം ത്രൂ എ പ്രോഗ്രാം. ഒരു പെർട്ടിക്കുലർ ഡിലേ ജനറേറ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. സ്ക്വയർ വേവ് എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യം ലോ ആയിട്ട് കുറച്ച് ടൈം, പിന്നെ അത് ഹൈയിലേക്ക് പോകുന്നു, പിന്നെ ഹൈ ആയിട്ട് കുറേ ടൈം, പിന്നെ ലോയിലേക്ക് പോകുന്നു, പിന്നെ ലോ ആയിട്ട് കുറേ ടൈം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡിലേ വരുന്നുണ്ടല്ലോ, ഒരു ഹൈ വോൾട്ടേജ് എത്തിയിട്ട് കുറച്ച് ടൈം, ലോ വോൾട്ടേജ് എത്തിയിട്ട് കുറച്ച് ടൈം. അപ്പോൾ അവിടെ ഒരു ഡിലേ വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ, വേറെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ, അതെന്ത് വേണമെങ്കിലും ആവാം, ഒരു ഡിലേ ജനറേറ്റ് ചെയ്യണം. ഇത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഒരു ഡിലേ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ത്രൂ 8085 പ്രോഗ്രാമിലൂടെ എങ്ങനെയാണ് ഡിലേ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് 2-3 ടൈപ്പിൽ നമുക്ക് ഡിലേ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ടൈം ഡിലേ യൂസിങ് 1 രജിസ്റ്റർ. ഒരു രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിലേ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഈ ഫ്ലോ ചാർട്ട് പഠിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, ഫസ്റ്റ് ഏതെങ്കിലും ഒരു രജിസ്റ്റർ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സി എന്ന് കൺസിഡർ ചെയ്യുകയാണ്. സിയിലേക്ക് ഒരു ഡിലേ വാല്യൂ ലോഡ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ഹെക്സാഡെസിമൽ വാല്യൂ ഈ പെർട്ടിക്കുലർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ എത്രയാണോ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും ഡിലേ. അത് നമ്മൾ നെക്സ്റ്റ് പഠിക്കും കേട്ടോ, എൻ്റെ ഇക്വേഷൻ വെച്ച് പഠിക്കും, ഒരു വാല്യൂ എടുത്താൽ എത്ര ഡിലേ വരെ ആകാമെന്ന്. ഇപ്പോൾ നിങ്ങളറിയുക, ഒരു ഡിലേ എത്ര വേണോ അതിന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, ആ രജിസ്റ്റർ ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇവിടെ 0.5 എന്ന് കൊടുത്തെങ്കിൽ എന്താണ് 0.1 ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താവും 0.4 ആവും. 0.4 ആയിട്ട് നെക്സ്റ്റ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, ഈ രജിസ്റ്റർ 0 ആയോ എന്ന്. ഇഫ് രജിസ്റ്റർ 0 എന്നുള്ളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, 0 ആയിട്ടുണ്ടെങ്കിൽ, എസ് ആണെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം തീർന്നു, നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. ബട്ട് 0 ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നേരെ തിരിച്ച് വീണ്ടും നോ ആണെങ്കിൽ, ഇഫ് ദ രജിസ്റ്റർ കണ്ടന്റ് ഈസ് നോട്ട് 0, നോൺ 0 വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ച് വീണ്ടും എന്ത് ചെയ്യണം, ഡിക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ എന്താവും 0.3 ആവും. വീണ്ടും രജിസ്റ്റർ 0 ആയെന്ന് ചെക്ക് ചെയ്തു, ആയിട്ടില്ല, വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്തു, അപ്പോൾ 0.2 ആയി. പിന്നെ വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്ത് 0.1 ആയി. പിന്നെ ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 0.0 ആയി. 0.0 ആയിക്കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ രജിസ്റ്റർ കണ്ടന്റ് 0 ആണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ എസ് എന്ന് വന്നു. നെക്സ്റ്റ് എന്താണോ പ്രോസസ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇത്രയും ടൈം, ഈ ആദ്യം 5 ആയി, 5 4 ആയി, പിന്നെ 3 2 1 0, ഇത്രയും ടൈം എന്താണ്, ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ മൈക്രോ പ്രോസസർ സ്പെൻഡ് ചെയ്യുകയാണ്. അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്നില്ല. എപ്പോഴാണോ ആ രജിസ്റ്റർ കണ്ടന്റ് 0 ആവുന്നത് അതുവരെ ഇവിടെ തന്നെ ഇങ്ങനെ ഒരു ലൂപ്പായിട്ട്, ഇതിനെയാണ് ലൂപ്പ് എന്ന് പറയുക. വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ലൂപ്പ് എന്ന് പറയും. ഓക്കെ, ലൂപ്പ്. അപ്പോൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷൻ ട്രൂ ആകുന്നവരെ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ലൂപ്പ്. അപ്പോൾ ഒരു ലൂപ്പിലിടുക എന്ന് പറയും. ലൂപ്പിൽ ഈ ഡിക്രിമെൻറ്റ് രജിസ്റ്റർ എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ലൂപ്പിലാണ് എഴുതുന്നത്. കാരണം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, 0 ആണെങ്കിൽ വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്യുന്നു, വീണ്ടും ചെക്ക് ചെയ്യുന്നു, 0 ആണെങ്കിൽ വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സിങ്ങിനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സ് എത്ര ടൈം റിപ്പീറ്റ് ചെയ്യുന്നോ അത്രയും ടൈം പീരീഡ് അവിടെ എന്താണ്, ഒരു ഡിലേ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഡിലേ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ 0.5 എന്നാണ് കൊടുത്തത്. ഇനി നമ്മളിവിടെ നിന്ന് 0A എന്ന് കൊടുക്കുകയാണെങ്കിൽ അത്രയും ഡിലേ കൂടും. പിന്നെ നമ്മൾ വേറൊരു ഹയർ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അത്രയും ഡിലേ കൂടും. അങ്ങനെ രജിസ്റ്ററിൽ നമുക്ക് എത്രയാണ്, ഒരു 8-bit നമ്പർ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. 8-bit ഹെക്സാഡെസിമൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എന്താണ്, FF. ഓക്കെ, അപ്പോൾ FF ജനറേറ്റ് ചെയ്താൽ ഏറ്റവും മാക്സിമം ഡിലേ ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ FF ആണ് എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു FF ആണ്. ദാറ്റ് മീൻസ് നമുക്ക് F എന്ന് വെച്ചാൽ എന്താണ്, ഒരു 4-bit ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഹെക്സാഡെസിമൽ. ഈ F ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഹെക്സാഡെസിമൽ. അപ്പോൾ ഒരു 8-bit ഏറ്റവും ഹയസ്റ്റ് എന്താണ്, FF ആണ്. അപ്പോൾ FF ആണ് നമ്മളിവിടെ രജിസ്റ്ററിൽ ലോഡ് ചെയ്യുന്നതെങ്കിൽ എത്ര ഡിലേ ആകുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. ആദ്യം എന്താണ്, രജിസ്റ്റർ കണ്ടന്റ് രജിസ്റ്ററിലേക്കൊരു വാല്യൂ ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എത്രയാണോ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിലേ ഡയറക്റ്റ് മൂവ് ചെയ്യാമല്ലോ, ഒരു ഇമ്മീഡിയറ്റ് ഡേറ്റ ആയിട്ട് മൂവ് ചെയ്യാം. സോ മൂവ് ഇമ്മീഡിയറ്റ് ഡേറ്റ ടു, നമ്മളിപ്പോൾ ഒരു സീന്ന് എടുത്തു, അത് ഏത് രജിസ്റ്റർ വേണമെങ്കിലും എടുക്കാം, എന്നിട്ടൊരു ഡിലേ വാല്യൂ കൊടുക്കുന്നു. അതാണ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. പിന്നെ നെക്സ്റ്റ് എന്താണ്, ഡിക്രിമെൻറ്റ് സി, എന്താണ് DCR C, ഡിക്രിമെൻറ്റ് ചെയ്യുന്നു.
എഫ് എഫ് എന്താവും എഫ് ഇ ആവും. പിന്നെന്താണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്? കണ്ടീഷണൽ ജമ്പാണ്. അപ്പോൾ കണ്ടീഷണൽ ജമ്പിൽ എന്ത് കണ്ടീഷനാണ് നമ്മൾ നോക്കേണ്ടത്? രജിസ്റ്റർ 0 ആണോ അല്ലയോ എന്നാണ് നോക്കേണ്ടത്. 0 ആണെങ്കിൽ നെക്സ്റ്റിലേക്ക് പോകുന്നു, 0 അല്ലെങ്കിൽ നോൺ 0 വാല്യൂ ആണെങ്കിലാണ് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. സോ നോൺ 0 ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? നോൺ 0 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. കാരണം നോൺ 0 ആകുമ്പോഴാണ്, നോൺ 0 എന്നുള്ളൊരു കണ്ടീഷൻ ട്രൂ ആകുമ്പോഴാണ് പ്രോസസ് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ കൊടുക്കേണ്ട കണ്ടീഷൻ എന്താണ്? ജംപ് ഇഫ് നോൺ 0 വാല്യൂ ആണെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ സി രജിസ്റ്റർ കണ്ടന്റ് നോൺ 0 ആണെങ്കിൽ ജംപ് ടു ലൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ലൂപ്പ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണം. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളെപ്പോഴും ജമ്പ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷൻ കൊടുക്കണമെന്നാണ്. പക്ഷെ നമ്മൾ ജനറലി പ്രോഗ്രാം എഴുതുമ്പോൾ ഇവിടെ നമുക്കറിയില്ലല്ലോ ഈ പ്രോഗ്രാം എവിടെയാണ് സ്റ്റോർ ആവുന്നത്, അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ലേബൽ ചെയ്യുന്നത്. പക്ഷേ ലാബിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ലൊക്കേഷനിലായിരിക്കും ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിക്രിമെൻറ്റ് സി ഏത് ലൊക്കേഷനാണെന്ന് അറിയാം, ആ ലൊക്കേഷൻ അഡ്രസ് ആയിരിക്കും ഇവിടെ കൊടുക്കേണ്ടത്. ബട്ട് ജനറലി പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ജസ്റ്റ് ലേബൽ ചെയ്യുകയുള്ളൂ. അപ്പോൾ ആദ്യം സിയിലേക്ക് ഒരു ഇമ്മീഡിയറ്റ് ഡേറ്റ കൊടുത്തു, പിന്നെ സി എന്ത് ചെയ്തു? ഡിക്രിമെൻറ്റ് സി ആക്കി. ദെൻ സി കണ്ടന്റ് നോൺ 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. നോൺ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡിക്രിമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഓപ്പറേഷൻ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. സോ നോൺ 0 ആണെങ്കിൽ ഇങ്ങോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ചുമ്മാ ലേബൽ കൊടുക്കുക, ലൂപ്പ്, ഇവിടെയും ലേബൽ കൊടുക്കുക. അപ്പോൾ എന്താണ്? ഇങ്ങോട്ടേക്ക് പോകുമെന്ന് മനസ്സിലാക്കുക. ഇതാണ് പ്രോഗ്രാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം ഒരു 8 ബിറ്റ് ഡേറ്റ കൊടുക്കാൻ പറ്റുന്നു, ഒരു ഡിലേ ജനറേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇനി എത്രയായിരിക്കാം ഡിലേ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ആക്ച്വലി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഷീൻ സൈക്കിളാണ്. മെഷീൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ്, അടുത്ത വീഡിയോയിലേക്കൊക്കെ നമുക്ക് വരും. മെഷീൻ സൈക്കിൾ മീൻസ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ടൈം എടുക്കും, അതാണ് മെഷീൻ സൈക്കിൾ. ദാറ്റ് മീൻസ് ഒരു എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ മെമ്മറിയിലായിരിക്കും ഉണ്ടാവുക, അതിനെ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആകണമെങ്കിൽ എത്ര ക്ലോക്ക് പൾസ് ആകും, അതാണ് മെഷീൻ സൈക്കിൾ. അത് ഓരോ ഇൻസ്ട്രക്ഷനും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഇൻസ്ട്രക്ഷനിൽ എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷനും ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ക്ലോക്ക് പൾസ് വേണം അത് എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഓരോ ക്ലോക്ക് പൾസിനെയും പറയുന്നതാണ് ടി സ്റ്റേറ്റ് എന്ന് പറയും. ഇതാണ് ടി സ്റ്റേറ്റ്. ഇങ്ങനെ കുറേ ടി സ്റ്റേറ്റ് ചേരുന്നതാണ് ഒരു മെഷീൻ സൈക്കിൾ. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ്ലി എക്സിക്യൂട്ടായി വരാൻ, അതിനെ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് വരാൻ എത്ര ടി സ്റ്റേറ്റ്സ് വേണം, ദാറ്റ് ഈസ് നോൺ ആസ് മെഷീൻ സൈക്കിൾ. അത് നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ആവാൻ ഇത്ര ടൈം എടുക്കും. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണ്? അപ്പോൾ ഈ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവണമെങ്കിൽ എത്ര ടൈം എടുക്കും എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ എന്തറിയണം? ഓരോ ഇൻസ്ട്രക്ഷനും എത്ര ടി സ്റ്റേറ്റ്സ് വേണം, ഓരോ ഇൻസ്ട്രക്ഷനും എത്ര ടൈം എടുക്കും എക്സിക്യൂട്ട് ചെയ്യാനെന്ന് അറിയണം. നമുക്ക് ആക്ച്വലി ഈ MVICFFH എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്ത് വരാൻ 7 ടി സ്റ്റേറ്റ്സ് വേണം. അപ്പോൾ ടി സ്റ്റേറ്റ്സിൻ്റെ എണ്ണമാണ് ഞാൻ ഇവിടെ ഇടുന്നത്. ടി സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ ഇത്രയും ഓർത്താൽ മതി. എത്ര ക്ലോക്ക് പൾസ് വേണമെന്ന് ഓർത്താൽ മതി. 7 ക്ലോക്ക് പൾസ് വേണം. ഇനി ഡിക്രിമെൻറ്റ് സി എന്നുള്ള എക്സിക്യൂട്ട് ചെയ്യാൻ 4 ക്ലോക്ക് പൾസ് മതി. ഇനി ജംപ് നോൺ 0 എന്നുള്ളത് ഒന്നുകിൽ 10 അല്ലെങ്കിൽ 0 ആയിരിക്കും. അതങ്ങനെ കൊടുക്കുന്നത് ഈ ലൂപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ആവാൻ അങ്ങോട്ടേക്ക് പോകാൻ 10 ക്ലോക്ക് സൈക്കിൾ വേണം. പക്ഷേ ഇവിടെ നോൺ 0 വാല്യൂ അല്ലെങ്കിൽ ജസ്റ്റ് നെക്സ്റ്റിലേക്ക് പോയാൽ മതിയല്ലോ, അതിന് 7 ക്ലോക്ക് പൾസ് മതി. മനസ്സിലായോ? അപ്പോൾ ജമ്പ് എന്നുള്ള കണ്ടീഷൻ എപ്പോഴും ഫിക്സഡ് ആയിട്ടുള്ള ക്ലോക്ക് പൾസ് ആയിരിക്കില്ല. ഈ കണ്ടീഷൻ ട്രൂ ആകുകയാണെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ക്ലോക്ക് പൾസ് വേണം, ഫോൾസ് ആകുകയാണെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ക്ലോക്ക് പൾസ് വേണം. ദാറ്റ് മീൻസ് ഇവിടെ നോൺ 0 വാല്യൂ ആണെങ്കിൽ ഇവരെന്ത് ചെയ്യണം? തിരിച്ച് വീണ്ടും ലൂപ്പ് എവിടെയാണോ ലേബൽ ചെയ്തിരിക്കുന്നത് ആ പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്കൊക്കെ പോകണം. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയി വരാൻ, ആ ലൂപ്പൊക്കെ എക്സിക്യൂട്ടായി വരണമെങ്കിൽ എന്ത് ചെയ്യണം? 10 ക്ലോക്ക് പൾസ് വേണം. ബട്ട് ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ അടുത്തതിലേക്ക് പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ 7 ക്ലോക്ക് പൾസ് മതി. അതുകൊണ്ടാണ് ഇവിടെ 10 or 7 എന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലോക്ക് പൾസ് ആണ് ഇവിടെ വേണ്ടത്. ആദ്യത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? MVIക്ക് എത്ര വേണം? 7 ക്ലോക്ക് പൾസ് വേണം MVI ആ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആവാൻ. അപ്പം നമ്മൾ ആദ്യം ആ MVI എത്ര ഡിലേ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ആ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ മാത്രം എക്സിക്യൂട്ട് ചെയ്ത് വരാൻ അവിടെ എത്ര ടൈം എടുക്കും ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആ പെർട്ടിക്കുലർ കംപ്ലീറ്റ് പ്രോഗ്രാമാണ് ഒരു ഡിലേ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നു, മൈക്രോ പ്രോസസർ എത്ര ടൈം അവിടെ ഡിലേ ജനറേറ്റ് ചെയ്യുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ് ഈ ക്ലോക്ക് ഫ്രീക്വൻസി ഓഫ് മൈക്രോ പ്രോസസർ 2 MHz. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. 2 MHz ആണെങ്കിൽ ഒരു ക്ലോക്കിൻ്റെ ഫ്രീക്വൻസി 2 MHz ആണെങ്കിൽ ആ ക്ലോക്ക് പീരീഡ് എത്രയായിരിക്കും? ഓക്കെ, അത് എത്രയായിരിക്കും? ക്ലോക്ക് പൾസ് T എന്ന് വെച്ചാൽ എന്താണ്? 1/f ആണ് അല്ലേ? 1/f. F എന്ന് വെച്ചാൽ എന്താണ്? 2 ആണ്. 2 MHz ആണ്. ദാറ്റ് ഈസ് 2 × 10⁻⁶ ആണ്. 1/2
2 ഇൻറ്റു 10⁻6. 1/2 എന്താണ് 0.5 ആണ്. പിന്നെ 1/10⁻6 എന്ന് പറയുമ്പോൾ എന്താവും 10⁻6 ആണ്. സോ 0.5 10⁻6 ദാറ്റ് ഈസ് എന്താണ് 0.5 മൈക്രോ സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ 0.5 മൈക്രോ സെക്കൻഡ്സ് ആണ് ഒരു ക്ലോക്ക് പൾസ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ MVI എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര വേണം? 7 ക്ലോക്ക് പൾസ് വേണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും 7 ഇൻറ്റു 0.5 മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും എന്ത് ഈ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് വരാൻ മൈക്രോ പ്രോസസർ ഇത്രയും ടൈം എടുക്കും. ദാറ്റ് ഈസ് 3.5 മൈക്രോ സെക്കൻഡ്സ് എടുക്കും. നമുക്കിനി നെക്സ്റ്റ് നോക്കേണ്ടത് ആ ലൂപ്പ് എന്നുള്ള ആ ഒരു സ്റ്റേജിൽ എത്ര ഡിലേ ജനറേറ്റ് ആവുന്നു. അപ്പോൾ ലൂപ്പിലെ ഡിലേ ജനറേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് ടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്ലോക്ക് പീരീഡിൻ്റെ ടൈം പറഞ്ഞില്ലേ, എന്താണ് 0.5 മൈക്രോ സെക്കൻഡ്സ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ടി. അപ്പോൾ 0.5 മൈക്രോ സെക്കൻഡ്സ് ദാറ്റ് ഈസ് 0.5 ഇൻറ്റു 10⁻6. ഓക്കെ, അടുത്തത് എത്ര ടി സ്റ്റേറ്റ്സ് ആവുന്നുണ്ടോ അവിടെ ടോട്ടലി ആ ഡിലേ ആ ലൂപ്പിൻ്റെ ടൈമിൽ എത്ര ടി സ്റ്റേറ്റ്സ് എത്ര ക്ലോക്ക് പൾസ് ആവുന്നുണ്ടോ നോക്കണം. അത് നമ്മളിവിടെ നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് ആക്ച്വലി എന്താണ് നമ്മൾ ലൂപ്പിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഈ 2 ഇൻസ്ട്രക്ഷനല്ലേ വരുന്നത്. ഇത്രയും സംഭവമാണ് ആ ലൂപ്പിനുള്ളിൽ വരുന്നതെന്ന് പറയുന്നത്. കാരണം എന്താണ് നമ്മൾ ആ പറഞ്ഞ കണ്ടീഷൻ ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ ഇവിടെ വരയ്ക്കുന്നില്ലേ, ഈ ഡയഗ്രത്തിൻ്റെ അകത്ത് വരുന്നില്ല, ഇതാണ് ലൂപ്പ്. എന്നുവെച്ചാൽ ഡിക്രിമെൻറ്റ് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അതാണ് ലൂപ്പ്. ദാറ്റ് മീൻസ് ഇതിനകം എത്രയായിരിക്കും 4 ആയിരിക്കും ആവുക, ഇതിൽ 10 അല്ലെങ്കിൽ 7. അപ്പോൾ നമുക്ക് ലൂപ്പിൻ്റെ അകത്ത് വരുന്ന എന്താണ് 10 ക്ലോക്ക് പൾസ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ മാത്രമാണ് 7. നമുക്ക് 10 തന്നെ കൺസിഡർ ചെയ്യാം. ടോട്ടലി അപ്പോൾ എന്തുണ്ടാവും 4 + 10 14 ടി സ്റ്റേറ്റ്സ് വേണം ഈ ലൂപ്പിനുള്ളിൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പം നമ്മളോട് എത്ര കൊടുക്കേണ്ടത് 14. ടോട്ടലി ആ ലൂപ്പിനുള്ളിൽ എത്ര ടി സ്റ്റേറ്റ്സ് ആവുന്നുണ്ട് 14 ആവുന്നുണ്ട്. ഇനി നമ്പർ നമ്മൾ എത്രയാണ് ഡിലേ വാല്യൂ കൊടുത്തത്, കൗണ്ടറിലേക്ക് കൊടുത്ത വാല്യൂ FF ആണ്. FFനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്പർ ബേസ് 10 ആണ്. സോറി, ഇത് ബേസ് 10 ആട്ടോ, N ബേസ് 10 ആണ്. ഡെസിമലിലാക്കുമ്പോൾ എന്താവും 255 ആണ്. ഹെക്സാ ഡെസിമലിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യും, അതാണ് 255. അപ്പോൾ ഇത്രയും ഇക്വേഷൻ ഇത് നമ്മൾ കാൽക്കുലേറ്റ് വരുമ്പോൾ 1785 മൈക്രോ സെക്കൻഡ്സ് എന്നാണ്. ദാറ്റ് മീൻസ് അതിനെ മില്ലി സെക്കൻഡിലാക്കുമ്പോൾ എന്താകും 1.78 മില്ലി സെക്കൻഡ്. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം 1.8 മില്ലി സെക്കൻഡ്. അപ്പോൾ ലൂപ്പിനുള്ളിൽ എത്രയാവുന്നുണ്ട് 1.8 മില്ലി സെക്കൻഡ്സ് ടൈം അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ആ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടായി വരാൻ. അപ്പോൾ ടോട്ടലി ഇവിടെ ശ്രദ്ധിക്കണം, ടോട്ടലി നമ്മൾ ഇത്രയും നമ്പറാണ് ഡിലേയിൽ കൊടുത്തത്. ദാറ്റ് മീൻസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തത്. അത് ഇൻറ്റു ഓരോന്നിനും എത്ര ടി സ്റ്റേറ്റ്സ് ആവുന്നുണ്ട് 14 ആവുന്നുണ്ട്. സോ 14 ഇൻറ്റു 255. പിന്നെ ഒരു ക്ലോക്ക് പൾസിൻ്റെ ടൈം പീരീഡ് 0.5 മൈക്രോ സെക്കൻഡ്സ്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന വാല്യൂ ആണ് 1.8 മില്ലി സെക്കൻഡ്. അപ്പോൾ ടോട്ടലി ആ ലൂപ്പ് എത്രയാണോ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത്രയും ടൈം അവിടെ റിപ്പീറ്റ് ആവും. എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 1.8 മില്ലി സെക്കൻഡ്. ഇഫ് ദ സ്റ്റോർഡ് വാല്യൂ ഈസ് FF. ഈ സ്റ്റോർഡ് വാല്യൂ രജിസ്റ്ററിലെ സ്റ്റോർഡ് വാല്യൂ എത്രയാണോ, നമുക്കിപ്പോൾ 25 ആണ്, 25 ആണെങ്കിൽ ഇവിടെ 25ൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എന്താണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഓർക്കണം, രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഹെക്സാഡെസിമലാണ്, ഇക്വേഷന് കൊടുക്കേണ്ടത് ഡെസിമൽ നമ്പറാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ അറിയാനുള്ളത് അഡ്ജസ്റ്റഡ് ലൂപ്പ് ഡിലേ ആണ്. അഡ്ജസ്റ്റഡ് ലൂപ്പ് ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ജെം നോൺ സീറോയ്ക്ക് നമ്മൾ എന്താ പറഞ്ഞത് 10 അല്ലെങ്കിൽ 7 ആണ്. ഓക്കെ, അപ്പോൾ ഈ ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഈ 10 ക്ലോക്ക് പൾസ്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ആ 255 വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്ത് 0 ആവുന്ന സ്റ്റേജ് ആവുമ്പോൾ ലൂപ്പിലേക്ക് പോകുന്നില്ല, നെക്സ്റ്റിലേക്കാണ് പോവുക. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആ 255th ടൈം എന്താണ് 10 ക്ലോക്ക് പൾസ് വേണ്ട, 7 ക്ലോക്ക് പൾസ് മതി. മനസ്സിലായോ? നമ്മൾ എത്രയാണോ 10 വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്തെങ്കിൽ ആ 10 ആദ്യം 9 ആയി, 8 ആയി, 7 ആയി, 6 ആയി, അങ്ങനെ 0 വരെ എത്തി. അപ്പോൾ 1 ആകുന്നവരെ എന്താണ് ആ ലൂപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓരോ ടൈമും എന്താണ് 10 ക്ലോക്ക് പൾസ് വേണം. പക്ഷേ ഏറ്റവും ലാസ്റ്റ് 0 ആകുന്ന കേസിൽ എന്താണ് അവിടെ 7 ക്ലോക്ക് പൾസ് മതിയല്ലോ. അത് നമ്മൾ അവിടെ കുറയ്ക്കണമല്ലോ. ലൂപ്പിൻ്റെ അവിടെ നമ്മൾ 255 എന്ന് തന്നെ ഇൻറ്റു ചെയ്യുകയാണ്. പക്ഷെ ഒരു ലാസ്റ്റ് ഏറ്റവും ഒരു ഡെസിമൽ 0 എന്നുള്ള ഡെസിമൽ എത്തുമ്പോൾ മാത്രം എന്താണ് 10 7 ഉള്ളൂ. സോ JNZ ഇൻസ്ട്രക്ഷൻ ഒരു 7 ടി സ്റ്റേറ്റിൽ എക്സിക്യൂട്ട് ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നമ്മളിവിടെ കുറയ്ക്കണം. കാരണം അവിടെ എന്താണ് ഒരു 3 സ്റ്റേറ്റ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായോ? നമ്മളിപ്പോൾ 255ഉം ടോട്ടലി കൺസിഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ 255th ടൈം 10 7 ഉള്ളൂ. അപ്പോൾ അവിടെ എന്താണ് ഒരു 3 ക്ലോക്ക് പൾസ് നമ്മൾ എക്സ്ട്രാ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കുറയ്ക്കണം. ദാറ്റ് മീൻസ് നമ്മൾ എത്രയാണോ ലൂപ്പാക്കിയത് അതിൽ നിന്ന് എന്താണ് ഒരു 3 സ്റ്റേറ്റ്സിൻ്റെ ടൈം പീരീഡ് കുറയ്ക്കണം. ദാറ്റ് ഈസ് 3 സ്റ്റേറ്റ് ഇൻറ്റു ഒരു ടൈം പീരീഡ് എത്രയാണോ, ഒരു ക്ലോക്ക് പൾസ് എത്രയാണോ അതേ ഇൻറ്റു 3, അങ്ങനെ 3 ക്ലോക്ക് പൾസ് നമ്മൾ എക്സ്ട്രാ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ടോട്ടൽ ഡിലേന്ന് കുറയ്ക്കണം. സോ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് 1785 മൈക്രോ സെക്കൻഡ്സ് ആണ്. അതേ മൈനസ് എന്താണ് 3 ഇൻറ്റു ഒരു ക്ലോക്ക് പൾസിൻ്റെ ടൈം എത്രയാണ് 0.5 മൈക്രോ സെക്കൻഡ്സ്.
അതിവിടെ കുറയ്ക്കണം. അതിവിടെ കുറയ്ക്കുമ്പോൾ എന്താവും 1783.5 മൈക്രോ സെക്കൻഡ്സ് എന്നാവും. അപ്പോൾ അഡ്ജസ്റ്റഡ് ലൂപ്പ് ഡിലേ ആണ്, കറക്റ്റ് ഡിലേ എത്രയാണ് 1783.5 മൈക്രോ സെക്കൻഡ്സ്. ഇനി നമ്മൾ ടോട്ടൽ ഡിലേ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ലൂപ്പിൻ്റെ അകത്ത് മാത്രമേ നോക്കിയുള്ളൂ. അതിന് പുറത്ത് നമ്മൾ ആദ്യം ഒരു MVA ഇൻസ്ട്രക്ഷനെ കാൽക്കുലേറ്റ് ചെയ്തില്ലേ ഏറ്റവും ആദ്യം, അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ടോട്ടൽ ഡിലേ എന്തായിരിക്കും? ടൈം ടു എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ ഔട്ട്സൈഡ് ലൂപ്പ്. ദാറ്റ് മീൻസ് ലൂപ്പിൻ്റെ പുറത്ത് നമ്മൾ ആകെ ഒരേ ഒരു ഇൻസ്ട്രക്ഷനേ ഉള്ളൂ. എന്താണ്? MVI C, ഡിലേ വാല്യൂ. അത് നമ്മൾ ഓൾറെഡി ആദ്യം സെപ്പറേറ്റ് ഡിലേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൂപ്പിനുള്ളിലുള്ള ഡിലേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിലേന്ന് ഒരു 3 സ്റ്റേറ്റ്സ് നമ്മൾ കുറച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും ലാസ്റ്റ് 10 എണ്ണമില്ല, 7 ക്ലോക്ക് പൾസ് മതി ജംപ് നോൺ സീറോയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ. ആ 3 എണ്ണത്തിനെയും ടൈം കുറച്ചു. ഇനി ടോട്ടൽ ഡിലേ എന്താണ്? ടൈം ടു എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ ഔട്ട്സൈഡ് ലൂപ്പ് പ്ലസ് ടൈം ടു ഇൻസ്ട്രക്ഷൻ ലൂപ്പ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഔട്ട്സൈഡ് ലൂപ്പ് നമ്മൾ ആദ്യം എന്താ കൺസിഡർ ചെയ്തത്? 7 × 0.5 മൈക്രോ സെക്കൻഡ്സ് അല്ലേ? 7 ക്ലോക്ക് പൾസ് വേണം × 0.5 ആദ്യത്തെ നമ്മുടെ കാൽക്കുലേഷൻ. പ്ലസ് ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇൻസൈഡ് ലൂപ്പ് 1783.5 മൈക്രോ സെക്കൻഡ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താവും? 1787 മൈക്രോ സെക്കൻഡ്സ്. അത് ഏകദേശം സെയിം തന്നെ അല്ലേ? 1787 എന്ന് വെച്ചാൽ മില്ലി സെക്കൻഡിലാക്കുമ്പോൾ എന്താവും? 1.787 മില്ലി സെക്കൻഡ്. ദാറ്റ് മീൻസ് 1.8 എന്ന് എഴുതാമല്ലോ. അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാ കൺസിഡറേഷനും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എത്രയാണ്? ഒരു 1.8 മില്ലി സെക്കൻഡ്സ് ആണ് നമുക്ക് ഡിലേ ജനറേറ്റ് ചെയ്യാൻ കഴിയുക ഈ ഒരു ഇക്വേഷനിൽ, ഈ ഒരു കോൺസെപ്റ്റിൽ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച എന്താണ്? ഒരു രജിസ്റ്ററിലേക്ക് ഒരു വാല്യൂ ലോഡ് ചെയ്ത് അതിനെ ഈ ലൂപ്പിനുള്ളിലിട്ട് ഇങ്ങനെ 0 ആക്കുമ്പോൾ ഒരു ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാം. അതൊരു എക്സാമ്പിൾ ആയിട്ടാണ് എടുത്തത്. ഇപ്പോൾ രജിസ്റ്ററിൽ മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് 8 ബിറ്റ് ആണ്. അതിൽ കിട്ടാവുന്ന ഏറ്റവും മാക്സിമം വാല്യൂ FF ആണ്. FF ലോഡ് ചെയ്ത് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എത്ര ഡിലേ ജനറേറ്റ് ആവും? 1.8 മില്ലി സെക്കൻഡ് ഡിലേ ജനറേറ്റ് ആവും. ഒരു 1.8 മില്ലി സെക്കൻഡ് മാത്രം മതിയെങ്കിൽ ഈ പ്രോഗ്രാം യൂസ് ചെയ്യാം. പക്ഷേ ഇതിലും കൂടുതൽ ഡിലേ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത കോൺസെപ്റ്റ് യൂസ് ചെയ്യും. അത് രജിസ്റ്റർ പെയർ വെച്ചിട്ട് ഡിലേ ജനറേറ്റ് ചെയ്യുന്നതാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കാൽക്കുലേഷനൊക്കെ തനിയെ ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്ക് കോൺസെപ്റ്റൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ക്ലാസ് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.